അങ്ങനെ ഞങ്ങളുടെ ബാംഗ്ലൂരിൻ്റെ സെക്കൻഡ് ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ ശ്രുതി ചേച്ചി വർക്കും അരുൺ ചേട്ടൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നൈറ്റ് ഔട്ട് ചെയ്യാനാണ് പോയത്. ഞങ്ങളൊരു പാർട്ടി ബേസ്ഡാണ് നോക്കിയത്. അങ്ങനെ നോക്കിയപ്പോൾ നമ്മുടെ ബിയർ ലൈബ്രറി ബാംഗ്ലൂർ അവിടെയാണ് കേട്ടോ കയറിയത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പോയി കറക്റ്റ് സമയത്ത് അത്യാവശ്യം നല്ല മഴ കിട്ടി. പക്ഷെ നമുക്ക് കിട്ടിയില്ല. നമ്മൾ അവിടെ ഇരിക്കുമ്പോൾ നല്ലൊരു ആംബിയൻസും വൈബും അങ്ങനെയൊക്കെ കിട്ടി കേട്ടോ. നല്ല രസമായിരുന്നു. ഞങ്ങളിങ്ങനെ ഓരോ കഥയൊക്കെ പറയുന്നത് സ്റ്റാർട്ടേഴ്സൊക്കെ ഓർഡർ ചെയ്തു. ടെമ്പൂര, സുഷി, പിന്നെ പോർക്ക്, ബട്ടർ ഗാർലിക് പ്രോൺസോ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. എന്നിട്ട് ഞങ്ങളങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ ഫുൾ വയറ് നിറഞ്ഞു. മേഹുവിന് നല്ല ഉറക്കം വരുന്നുണ്ട്. ആൾക്ക് മാറ്റി മാറ്റി പറയണതാണ്. ആദ്യം ബിരിയാണി പറഞ്ഞു, ബിരിയാണി വേണ്ട, പിന്നെ ബ്രൗണി പറഞ്ഞു. അതൊക്കെ കഴിച്ചപ്പോഴേക്കും ആളുടെ ഒരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങളിങ്ങനെ മഴ ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയായിരുന്നു. ഒക്കെ ആസ്വദിച്ച് ഞങ്ങൾ ലാസ്റ്റ് വിചാരിച്ചു ഒരു ഡാൻസൊക്കെ കളിക്കാം. അപ്പോൾ അവിടെ DJ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഡാൻസൊക്കെ കളിച്ച് ആഘോഷിച്ച് ഒന്ന് സെറ്റായി. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് അവിടുത്തെ ഒരു ഇതിൽ ഫോട്ടോ ഒക്കെ എടുത്തു. നല്ല രസമുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടോ. അവിടുത്തെ നല്ല ഭംഗിയാണ് കാണാൻ അവിടെ സ്ഥലങ്ങളൊക്കെ. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് RMZക്കാണ്. പക്ഷേ ആ വീഡിയോ എനിക്ക് കിട്ടിയില്ല, അത് എടുക്കാൻ ആക്ച്വലി വിട്ടുപോയി. പിന്നെ ഇതാ ഞങ്ങളുടെ അവിടുത്തെ ബാംഗ്ലൂരു ഡേയ്സ് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ഗോവയ്ക്കാണ് കേട്ടോ. അപ്പോൾ അടുത്തത് ഗോവ വിശേഷങ്ങൾ.